ഹലോ അസ്സലാമു അലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്തമാനം? എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളും സുഖമായിട്ട് പോകുന്നു, അൽഹംദുലില്ലാ. അപ്പോൾ നമ്മൾ ഇന്നത്തെ വീഡിയോക്ക് ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടോളി. എല്ലാവർക്കും ഉപകാരപ്പെട്ട സിമ്പിളായ ഒരു സ്നാക്സാണ് കേട്ടോ. നോൽമ്പിനൊക്കെ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റിയ, പക്ഷേ കാണുമ്പോൾ സിമ്പിളും കഴിക്കാൻ എന്താ പറയല് അടിപൊളിയാണ് കേട്ടോ. അത്രക്കും ടേസ്റ്റാണ് കേട്ടോ ഈ ഒരു സംഭവം. റവയും ഉരുളക്കിഴങ്ങും ഉണ്ടെങ്കിൽ ഇതാർക്കും വേണമെങ്കിൽ ഉണ്ടാക്കട്ടോ. ഏത് കുഞ്ഞു കുട്ടികൾക്കും ഉണ്ടാക്കട്ടോ. അത്രക്കും സിമ്പിളാണ് ഇത് ഉണ്ടാക്കാൻ. അപ്പോൾ അടിപൊളി ടേസ്റ്റാണ്. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ഫുള്ളായിട്ടൊന്ന് കാണാം. അപ്പോൾ നമുക്ക് പല മോഡലിലും പല രീതിയിലും നമുക്ക് ഉണ്ടാക്കട്ടോ ഈ ഒരു സ്നാക്സ്. അപ്പം നമ്മളിതാ ഉരുളക്കിഴങ്ങും പിന്നെ അതിലേക്ക് ഒരു വലിയുള്ളിൻ്റെ പകുതിയാണ് ഞാൻ എടുത്തത്. പിന്നെ കുറച്ച് പച്ചമുളക്, അത് നമുക്ക് ഇഷ്ടമുള്ള അത്ര അങ്ങോട്ട് ഇടാം കേട്ടോ. എരിവോ കൂടുതലാണെങ്കിൽ കൂടുതൽ പച്ചമുളക് ഇടുക, പിന്നെ കുറവാണെങ്കിൽ കുറവ് പച്ചമുളക് ഇടാം കേട്ടോ. പിന്നെ അതാ നമ്മൾ ഇഞ്ചി വെളുത്തുള്ളി ഇങ്ങനെ ചതച്ചിങ്ങനെ ഉടച്ച് നമ്മൾ വെച്ചിട്ടുണ്ട് കേട്ടോ. അപ്പം നമ്മളിതാ ഈ ഒരു കപ്പിന് 250 അളവുള്ള ഒരു കപ്പാണ് കേട്ടോ. അതിൽ നമ്മൾ ഒരു കപ്പ് റവ എടുക്കുന്നുണ്ട്. 2 കപ്പ് നമുക്ക് വെള്ളം എടുക്കണം കേട്ടോ. എന്നിട്ട് ഈ 2 കപ്പ് ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ച് കൊടുത്തിട്ട് നമുക്ക് ഗ്യാസൊക്കെ കത്തിച്ച് ഒന്ന് തിളപ്പിച്ചെടുക്കണം. അപ്പം എന്നിട്ട് നമ്മൾ പാകത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കണം. പിന്നെ നമ്മൾ ഒരു നുള്ളു മുളകും പൊടി ഇട്ടോ. അപ്പോൾ മുളകും പൊടിനെക്കാട്ടി നല്ലത് നമ്മൾ വറ്റൽ മുളക് ഉണ്ടല്ലോ, അത് പൊടിച്ചിട്ടിട്ടാണ് കേട്ടോ നല്ലത്. അപ്പം എൻ്റെ അടുത്ത് അതില്ല കേട്ടോ. എന്നിട്ട് നമ്മൾ ആ ഇഞ്ചി വെളുത്തുള്ളി വലിയുള്ളി ഒക്കെ നമ്മൾ ഈ വെള്ളത്തിലേക്ക് ഇട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് തിളച്ച ശേഷമാണ് നമ്മൾ റവ ഇട്ട് കൊടുക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വലിയുള്ളിയൊക്കെ വേണമെങ്കിൽ ഒരു വലിയുള്ളിയൊക്കെ ഇടട്ടോ, ചെറുതാക്കി നല്ലോണം ചെറുതാക്കി ഇട്ട് കൊടുക്കുക. ഞാൻ ഇഞ്ചി വെളുത്തുള്ളിയൊക്കെ അമ്മിമേലിട്ട് നല്ലോണം പൊടിച്ചിട്ടിട്ടുണ്ട് കേട്ടോ, നല്ലോണം ചതച്ചിട്ടിട്ടുണ്ട്. പിന്നെ അത് നമ്മളെ ചെറുതാക്കി പച്ചമുളക് അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. എന്നിട്ട് ഇത് തിളപ്പിച്ച ശേഷം നമ്മൾ റവ അതിലേക്ക് ഇട്ട് കൊടുക്കുക. അപ്പം കണ്ടാൽ വിചാരിക്കും നിങ്ങൾ ഉപ്പുമാവാണെന്ന് വിചാരിക്കും, പക്ഷേ ഉപ്പുമാവല്ല കേട്ടോ. അപ്പോൾ അതൊക്കെ ഒന്ന് നമ്മൾ 2-3 മിനിറ്റൊക്കെ ഒന്നിങ്ങനെ നല്ലോണം ഇളക്കി അതിലുള്ള വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുന്ന വരെ ഒന്നിങ്ങനെ സിമ്മാക്കിക്കാണ്ട് ഒന്നിതുപോലെ നല്ലോണം ഇളക്കി കൊടുക്കട്ടോ. അപ്പോൾ ഉപ്പുമാവൊക്കെ പെട്ടെന്ന് വേവുന്ന സംഭവമാണല്ലോ അല്ലേ. അപ്പോൾ എന്നിട്ട് നമ്മൾ ആ 2 ഉരുളക്കിഴങ്ങ് ഉണ്ടല്ലോ, അതിൻ്റെ തൊള്ളിയൊക്കെ കളഞ്ഞ് 2 പുളിയാക്കിയിട്ട് ഞാൻ കുക്കറിലൊക്കെ ഇട്ട് ഒരു നുള്ളു ഉപ്പ് ഒരു നുള്ളു മഞ്ഞൾപ്പൊടി ഇട്ടുകാണ്ട് അത് വേവിച്ചെടുത്തിട്ടുണ്ട് കേട്ടോ. എന്നിട്ട് അത് നല്ലോണം നമ്മൾ ഉടച്ചെടുത്ത് ഈ ഒരു റവയ്ക്ക് ഇട്ട് കൊടുക്കട്ടോ. നമ്മൾ ഉരുളക്കിഴങ്ങ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് നല്ലോണം അങ്ങോട്ടും ഇങ്ങോട്ടും നല്ലോണം ഇളക്കി യോജിപ്പിക്കുക. പിന്നെ ഒരു നുള്ള് കരിവേപ്പില ചെറുതാക്കി അരിഞ്ഞിട്ട് കൊടുക്കുക കേട്ടോ. കരിവേപ്പില ചിലത് വലുതുണ്ടാവും, ചിലത് ചെറുതുണ്ടാവും. അപ്പോൾ നമ്മൾ അതിൽ വലുതാക്കി കാണരുത്, നമ്മൾ ചെറുതാക്കി നുറുക്കി ഇങ്ങനെ അരിഞ്ഞ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് ഇതാ നമ്മൾ നല്ലോണം ആ ഉരുളക്കിഴങ്ങും റവയും നല്ലോണം യോജിപ്പിച്ച് എടുക്കട്ടോ. എന്നിട്ട് നമ്മൾ അതിലേക്ക് 1 സ്പൂണ് പത്തിരിപ്പൊടി ഇട്ട് കൊടുക്കട്ടോ. അതൊരു ഉറപ്പിനാണ് കേട്ടോ. അപ്പം എന്നിട്ട് നമ്മൾ പത്തിരിക്ക് എങ്ങനെ കുഴയ്ക്കുക അതുപോലെ കുഴയ്ക്കുക. അപ്പോൾ ഈ ചൂടാറിയ ശേഷം നമ്മൾ കുഴയ്ക്കുമ്പോൾ ഒരു നല്ലൊരു ഉറപ്പുണ്ടാവും കേട്ടോ. ചൂടോടുക്ക് നമ്മളത് കുഴയ്ക്കുമ്പോൾ ഇത് ചളി പിളിയുമായിട്ട് നിൽക്കും കേട്ടോ. അപ്പോൾ നിങ്ങൾ വിചാരിക്കേണ്ട അല്ലോ വെള്ളം ഏറിപ്പോയതാണോ എന്നൊന്നും വിചാരിക്കേണ്ട. അത് ചൂടാറിയാൽ ഇതുപോലെ നല്ല ടൈറ്റായി നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മൾ പത്തിരിക്ക് എങ്ങനെയാണ് കുഴയ്ക്കുക അതുപോലെ തന്നെ കുഴച്ചാൽ മതി കേട്ടോ. അതുകൊണ്ട് ഞാൻ പ്രത്യേകിച്ചിട്ട് കാണിക്കാത്തതാണ്. നമ്മളെ വീഡിയോ അധികം ലെങ്ത് ആയാൽ അല്ലെങ്കിൽ തന്നെ നമ്മളെ വീഡിയോസ് ആരും കാണുന്നില്ല. എന്നാലും നമ്മൾ ഏതായാലും ഇതിന് ഇറങ്ങി തിരിച്ചതല്ലേ. അപ്പോൾ നമ്മൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഓരോ വീഡിയോസ് ഇടാമെന്ന് വിചാരിച്ച്. പിന്നെ നമ്മളിതാ ഇതുപോലെ ഓരോ മോഡൽ ഒരു മോഡൽ ഇങ്ങനെയാണ് കേട്ടോ. അപ്പം 2-3 തരം മോഡലൊക്കെ ആക്കിയിട്ടുണ്ട് നമ്മൾ. അപ്പം ഒരു തരം ഞാൻ പിറ്റേന്ന് ഉണ്ടാക്കിയ മോഡലാണ് കേട്ടോ. കുറച്ച് ഞാൻ നമുക്ക് നോമ്പിൻ്റെ സമയം അങ്ങനെ അടുക്കാനായപ്പം കുറച്ച് മാവ് ഞാൻ എടുത്ത് വെച്ചിനി. അപ്പം സമയമില്ലാത്തതുകൊണ്ടാണ് കേട്ടോ. ഇത് എന്നിട്ട് തന്നെ നമുക്ക് തികഞ്ഞിട്ടില്ല. ഒരുപാട് സംഭവം ഉണ്ടായിട്ട് ഉണ്ടാക്കിയിട്ട് അത്രയും ടേസ്റ്റാണ് ഇതിങ്ങനെ ഉണ്ടാക്കിയാൽ. അത് ഏത് കോലത്തിലും നമുക്ക് ഉണ്ടാക്കാം. ഇതുപോലെ ഞാൻ ഉരുട്ടാക്കിയിട്ട് ഒന്ന് ചെറുതായിട്ട് ഒന്ന് അമ്പിച്ച് കൊടുത്തിട്ടോ. അപ്പോൾ ഇതൊക്കെ നമ്മൾ വെളിച്ചെണ്ണയൊക്കെ അങ്ങോട്ട് ഇട്ട് കൊടുക്കുമ്പോഴുണ്ടല്ലോ അങ്ങനെ പൊള്ളി ഇങ്ങനെ വരും കേട്ടോ. എന്താ ടേസ്റ്റ് എന്നറിയത്.
അപ്പം എല്ലാവരും ഇതൊന്ന് ഉണ്ടാക്കി നോക്കുക. നമ്മളെ വീട്ടിലുള്ള സാധനങ്ങൾ മാത്രം മതി കേട്ടോ. വേറൊന്നും ഇതുണ്ടാക്കാനായിട്ട് പ്രത്യേകമായിട്ടൊന്ന് പീടികയിൽ പോയിട്ട് ഒരു സാധനം വാങ്ങണ്ട. ഉള്ളി, ഇഞ്ചി, വെളുത്തുള്ളി അതൊക്കെ നമ്മളെ വീട്ടിൽ എപ്പോഴുള്ള സംഭവമാണല്ലോ അല്ലേ. റവൊക്കെ ഉണ്ടാവും, എല്ലാ വീട്ടിലും അതും ഉണ്ടാവും. ഉരുളക്കിഴങ്ങ് ഉണ്ടാവും. അപ്പോൾ ഇടയ്ക്കൊക്കെ ഒന്ന് ഇങ്ങനെ ഒരു പ്രാവശ്യങ്ങൾ ഉണ്ടാക്കി നോക്കിട്ടോ. ഒരു പ്രാവശ്യം ഉണ്ടാക്കിയ പിന്നെ നിങ്ങൾ ഒഴിവാക്കൂല കേട്ടോ. അത്രക്കും ടേസ്റ്റാണ്. അപ്പോൾ നമുക്ക് ഒരുപാട് പൈസ ചിലവൊന്നുമില്ല ഈ ഒരു സംഭവം ഉണ്ടാക്കാൻ. അപ്പോൾ എല്ലാവരും ഇതൊരൊറ്റ പ്രാവശ്യം ഉണ്ടാക്കിയവർ എന്തായാലും ഇത് ഉണ്ടാക്കും കേട്ടോ. അപ്പോൾ നമ്മൾ സംഭവങ്ങളൊക്കെ സെറ്റാക്കി വെച്ചിട്ടുണ്ട്. 2 തരം നമ്മൾ ഫസ്റ്റ് ദിവസം ഉണ്ടാക്കിയതാണ് കേട്ടോ. പിന്നെ നമ്മൾ വേറെ ഒരു ഉഴുന്ന് വടൻ്റെ ഒരു മോഡലാണ് കേട്ടോ ഉണ്ടാക്കിയത്. അപ്പോൾ നമ്മളെ സംഭവങ്ങൾക്ക് അടിപൊളിയായിട്ട് ഇതവിടെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഇതാ മക്കളെ, നമ്മളെ പരിപാടികളൊക്കെ ഇവിടെ കഴിഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇത് ഓരോന്നോരോന്ന് ഇതിലേക്ക് ഇട്ട് കൊടുക്കുമ്പോൾ ഒട്ടിപ്പിടിക്കുകയൊന്നുമില്ല കേട്ടോ. അത് ഇട്ട് കൊടുത്ത പാട് തന്നെയാണ് ഞാനിങ്ങനെ ഇളക്കി കളിക്കുന്നിട്ട്. അപ്പോൾ ഓരോന്ന് വെവ്വേറായിട്ട് തന്നെ ഇങ്ങനെ നിൽക്കുക. നല്ല നെരിച്ചിലും നല്ല തിന്നുമ്പോഴൊക്കെ നല്ലൊരു സോഫ്റ്റും നെരിച്ചിലും എന്താ പറയുക, അത്രയും ടേസ്റ്റ് കഴിഞ്ഞിട്ടോ. അപ്പോൾ ഇതിന് നമുക്ക് കൂട്ടി കഴിക്കാൻ സോസും പിന്നെ നമ്മൾ ചട്ടിനി ഉണ്ടല്ലോ, ഉഴുന്ന് വടക്കൊക്കെ ഉണ്ടാക്കുന്ന ചട്ടിനി, അതും ഒക്കെ ഇതിന് നല്ലോണം ചേരും കേട്ടോ. അടിപൊളിയായിരിക്കും കേട്ടോ. അപ്പോൾ സോസിനെക്കാട്ടി രസം നമ്മളെ ചട്ടിനി ആയിരിക്കും കേട്ടോ. അപ്പം ഇതുപോലെ എല്ലാവരും ഉണ്ടാക്കിയിട്ട് നമ്മളെ അഭിപ്രായമൊക്കെ നമ്മളോട് പറയാം കേട്ടോ. അപ്പോൾ നമ്മൾ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്നും കൂടെ പറയാം, ലൈക്കൊന്നും അങ്ങോട്ട് അടിച്ചാൽ കേട്ടോ, മറന്നു പോകും. നമ്മൾ 10 പേര് കണ്ടിട്ടുണ്ടെങ്കിൽ 2 പേരുണ്ട് നമുക്ക് ലൈക്കൊക്കെ തരാനുള്ളൂ. അത് ഓരോ പറഞ്ഞിട്ട് കാര്യമില്ല, നമ്മൾ മറവിയാണ് കേട്ടോ പ്രശ്നം. നമ്മളൊക്കെ ആദ്യം തന്നെ ലൈക്ക് അങ്ങോട്ട് തൊട്ടിട്ടാണ് ഏത് വീഡിയോസും കാണുക. അപ്പം നമ്മളെ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നമ്മൾ പറഞ്ഞ പോലെ തന്നെ കേട്ടോ. അപ്പോൾ കണ്ടില്ലേ, നമ്മളെ സ്നാക്സ് 3 തരം കേട്ടോ. ഒരു സംഭവം കൊണ്ട് 3 തരം മോഡൽ സ്നാക്സ് ഉണ്ടാക്കിയിട്ടുണ്ട്. അപ്പം നമ്മളെ ഇന്നത്തെ വീഡിയോസ് ഇത്രയൊക്കെ ഉള്ളൂ കേട്ടോ. അപ്പം എല്ലാവരോടും അസ്സലാമു അലൈക്കും.